വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് സ്വർഗീയ ആരാമത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാദികളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് ഓരോ ദിവസവും നാം ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് പരിശുദ്ധമായ റമദാനിലെ നന്മകൾ നാം അധികരിപ്പിക്കുക എന്നുള്ളത്. ചെറുതും വലുതുമായ ധാരാളം നന്മകൾ നമ്മുടെ മുന്നിലേക്ക് പലപ്പോഴും നമുക്കൊരവസരമായി വന്നു വീഴാറുണ്ട്. പക്ഷേ ഈ അവസരങ്ങളൊക്കെ നാം മാറ്റിവെച്ചിട്ട് അത് മറ്റൊരാൾ ചെയ്യട്ടെ, അത് എനിക്ക് കുഴപ്പമില്ല, ഒരാൾ പറഞ്ഞതുപോലെ എനിക്ക് ആ സുന്നത്ത് വേണ്ട, ഞാൻ അതെടുത്തോളാം എന്ന് മുമ്പൊരാൾ ഇവിടെ പറഞ്ഞതുപോലെ. അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു അവസരം ഒരു നന്മയായി കണ്ടിട്ട് അതൊരു സുന്നത്തായി കണ്ടിട്ട്, കാരണം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു നന്മയ്ക്ക് ഒരു ചെറിയൊരു പൊടിയെടുത്തു മാറ്റുന്നതിന് സാധാരണ രീതിയിൽ പള്ളിക്കകത്തുള്ള ഒരു പൊടിയെടുത്തു മാറ്റുന്നതിന് അള്ളാഹു ഒരു പ്രതിഫലമാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹു തആല നമുക്ക് നൽകുന്നത് ആ ഒരു ചെറിയൊരു പൊടിയുടെ പ്രതിഫലം അള്ളാഹു 70 പൊടികൾ എടുത്തു മാറ്റിയതിന്റെ പ്രതിഫലം ഒന്ന് സങ്കല്പിച്ച് നോക്കണം. പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഓഫറിന്റെ കാലമാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമികളോളം വിശാലമായ മഗ്ഫിറത്തിനും അതുപോലെ സ്വർഗത്തിനും, ആ സ്വർഗം അതിന്റെ വിശാലത അല്ലാഹു തആല പറയുന്നത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, അതുപോലെ അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്ത്, ആ മഗ്ഫിറത്തിന് വേണ്ടി പരിപൂർണമായിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് ധൃതി കാണിക്കണം. നിങ്ങൾ മാറി നിൽക്കരുത്, പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ അത് മറ്റൊരാൾ ചെയ്യട്ടെ എന്നുള്ള ചിന്താഗതിയല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന നന്മകൾ ഏതാണോ ആ നന്മകൾ അവന് കിട്ടുന്ന അവസരം പരിപൂർണമായി വിനിയോഗിച്ച് അതിൽ നിന്നും വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇത്തരത്തിലുള്ള പരിശുദ്ധമായ റമദാനിന്റെ നോമ്പും റമദാനിന്റെ മാസവും ഒക്കെ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നന്മകളെ അധികരിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മ ചെയ്ത് ഏത് നന്മയും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ വളരെ പ്രതിഫലാർഹമായ രീതിയിൽ അല്ലാഹു എനിക്കതിന് പ്രതിഫലം നൽകണേ എന്ന ആ നിയത്തോടുകൂടി ആ നന്മകൾ ചെയ്ത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ വരിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.